അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ചക്കയുടെ വിശേഷങ്ങളാട്ടോ വീഡിയോയിൽ. ഈ ഉണ്ടോ രണ്ട് പ്ലാവ് കൂടി ചേർന്ന് നിൽക്കണേ. ശരിക്കും ഇത് രണ്ട് പ്ലാവാണ്. രണ്ട് സൈസിലുള്ള ചക്കകളാണ് രണ്ടിലും. ഈ പ്ലാവത്തിൽ ഏകദേശം ഈ തരത്തിലുള്ള പക്ഷേ നല്ല ടേസ്റ്റുള്ള അടിപൊളി ചക്കയാണിത്. ഇത് പഴയ നമ്മുടെ സാധാരണ നാടൻ ചക്കകൾ തന്നെയാണ്. അതുപോലെ എൻ്റെ തൊട്ടടുത്തുള്ള ആ പ്ലാവിലെ ചക്ക ഉണ്ടോ, ഭയങ്കര ആന ചക്കകളാണ്. പക്ഷേ ഒന്നും മൂത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പിഞ്ച് ചക്കകളായിരിക്കും. പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞാലാണ് ഈ കിടക്കുന്ന ഒരു ചക്ക പോലും ഒരു പക്ഷേ നോക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ഇനി ബാക്കി ഇതുകൊണ്ടുള്ള കളി എന്നാ കാണിച്ചു തരാം. ഉണ്ട ചക്ക ഉണ്ടാകുന്ന പ്ലാവ് കണ്ടില്ലേ, അത് കിടന്നൊരു ചക്കയാണത്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത് ശരിക്കും ഈ സൈഡ് ഉണ്ടോ, മൂത്ത് പൊട്ടി. അപ്പം നമ്മൾ കാലത്ത് തന്നെ അത് ചക്ക ഏകദേശം നിലത്തോട് ചേർന്ന് കിടന്ന ചക്കയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഇട്ടു. എൻ്റെ പകുതി ഇവിടെ വെച്ചേക്കാം അത് പഴുപ്പിക്കാനായിട്ട്. കാരണം ഇത് കുറേശ്ശെ പഴുപ്പ് കിട്ടി തുടങ്ങി. പഴുപ്പ് കിട്ടിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മധുരമുണ്ട് എൻ്റെ ചുളയ്ക്ക്. കുറേ ചുള പച്ചക്കന്നെ തിന്നു. അപ്പോൾ ഇത് പഴുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളത് നമ്മൾ ചെറിയൊരു പണിയിലേക്ക്. ഇത് വറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ ചുളയ്ക്ക് കട്ടി കൂടി. ഇത് കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, മഴ പെയ്യുന്നതിന് മുമ്പായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വറുത്തെടുക്കാമായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പുഴുക്കലിൻ്റെ പരിപാടിയിലാണ്. ആ ചക്കയുടെ ബാക്കി ചക്കയെല്ലാം ഒരുക്കി ചുള മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉരുളിയിലേക്ക്. ഈ ഒരു ചെറിയ ഉരുളിയിൽ ഇത് അലുമിനിയത്തിൻ്റെ ഉരുളിയാണ്. ഈ അലുമിനിയത്തിൻ്റെ ഒരു വാർക്ക ഉരുളിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാകുമ്പോൾ നല്ല ചൂട് കിട്ടും. അതുപോലെ നമ്മളിത് കണ്ടോ, ഒരു നീളത്തിൽ നമ്മൾ ചക്ക വറക്കണ പോലെ തന്നെ അതേ രീതിയിൽ അരിഞ്ഞെടുത്താണ് നമ്മൾ അത് പുഴുക്കാക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. ബാക്കി പണികൾ നമുക്കത് കഴിഞ്ഞാണ്. അപ്പോൾ ഈ ചക്ക നമ്മളിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നതില്ല. ഇതുണ്ടോ, ഈ ഒരു ചുള ഉണ്ടോ, ഒരുവിധം വലിയ ചുളയാണ്. നല്ല വലിയ ചുളയുണ്ടാവുന്ന ഒരു ചക്കയാണ്. ചിലതിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചുളയേ ഉണ്ടാവുള്ളൂ, ചുള കുറവായിരിക്കും ചില ചക്കയ്ക്ക്. പക്ഷേ ഇതിനങ്ങനെയല്ല, നിറച്ച് ചുളയുണ്ട്. അത് ഇതുപോലെ നല്ല വലിയ ചുളയാണ്. കാര്യം ഒരു ഉണ്ട ചക്കയാണെന്ന് മാത്രമേ ഉള്ളൂ. കാഴ്ചയിൽ നമ്മൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വെട്ടിയെടുക്കാൻ ഇച്ചിരി നല്ല തന്നെയുണ്ട് ശരിക്കും. അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിപ്പോൾ വേനലായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ചക്ക അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. വേനലായിരുന്നു എങ്കിൽ, മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഇത് വറക്കാനായിട്ട് നല്ല അടിപൊളി ഇതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു വറുത്ത് കഴിയുമ്പോൾ. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് സമയം കഴിഞ്ഞു പോയി, മഴ പെയ്തു തുടങ്ങി. അതുപോലെ ഇത് മൂപ്പ് കൂടുതലാവുകയും ചെയ്തു. ഇത് ഒരു ചെറിയ മധുരമുണ്ട് മിക്കവാറും ചുളകൾക്ക്. അപ്പോൾ നമ്മളിത് പുഴുക്കിന് തന്നെ പോവാം. അപ്പോൾ നമ്മൾ ചക്ക അങ്ങനെ അരിഞ്ഞ് റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5-8 ചക്കക്കുരു കൂടെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പണ്ടത്തെ മുത്തശ്ശിമാരുടെ ഒരു രീതിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അവർ പറഞ്ഞത് ഇത് എന്തിനാണ് ഇങ്ങനെ ചക്കുരു അരിഞ്ഞിരുന്നത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ ആ ചക്ക പറയുക, അല്ലെങ്കിൽ എൻ്റെ കൂടെ കുരു വന്നില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആ ചക്കയ്ക്ക് വിഷമമാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ആ കുരു അരിഞ്ഞിരുന്നതൊക്കെയാണ്. അതായത് ഈ കുരു കൂടെ വരുമ്പോഴത്തേക്കും അതെന്തെങ്കിലും ആണെങ്കിലും ഈ കുരു കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കുരു നമ്മൾ ഈ പുഴുക്ക് കഴിക്കുന്ന സമയത്ത് എൻ്റെ ഇടയ്ക്ക് ഒരു കുരു കടിക്കണ നല്ല രസമാണ്. എന്നാലും അപ്പോൾ ഒരു 5-8 കുരു നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചക്ക അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചു. ഏകദേശം 1 കപ്പോളം വെള്ളം. ഇത്രയും തന്നെ ശരിക്കും ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്, ചക്കയ്ക്ക് വെള്ളം ഉണ്ടാവും. എന്നാലും ഇത്രയും ചക്ക ഉള്ളതുകൊണ്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോകും, കൂടുതൽ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഏകദേശം 1 ടീസ്പൂണ് 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇടുവാണ്. അപ്പോൾ സാധാരണ നേരത്തെ നമ്മൾ മുത്തുവേറൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ കൊല്ലമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ആണെങ്കിലും അത് അരച്ചാണ് നമ്മൾ ചേർക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് എല്ലാം പൊടി ആയതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യണം. അതിൻ്റെ പുറമെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ചക്കപ്പുഴുക്ക്
നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. ശരിക്കും അത്ര കാര്യമായിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ ലാസ്റ്റാണ് ഒരുമിച്ച് ഇളക്കുന്നത്. ഏതായാലും ഇനി ഒരു 10-15 മിനിറ്റോളം വേണ്ടി വരും മിക്കവാറും ഇതൊന്ന് റെഡിയായിട്ട് അതൊന്ന് റെഡിയായി കിട്ടുന്നതിന്. അപ്പോൾ നമ്മളിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു വാഴയില ഇട്ട് ഇത് മൂടണം എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഇപ്പോൾ വാഴയിലൊന്നും നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മളൊരു പ്ലേറ്റ് ഇട്ട് അങ്ങ് മൂടും. നമ്മളിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ചാണ് അത് മൂടിയിരിക്കുന്നത്. അപ്പോൾ ചക്ക പൊടിക്കുമ്പോൾ നമ്മൾ ദോശയാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്ത മറ്റേ അടുപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സ്വല്പം ഇതൊരു പഴയ രീതിയിലുള്ള ദോശക്കല്ലാണ്. നമ്മുടെ തവ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനേക്കാളും ദോശയ്ക്ക് എപ്പോഴും ടേസ്റ്റ് ഈ സ്റ്റീൽ ചട്ടമാണ്. ഏകദേശം ഒരു 45ഓളം വർഷങ്ങളായിട്ടുണ്ട് ഈ ഒരു ചട്ട നമ്മൾ മേടിച്ചിട്ട്. വീട് പണിയേണ്ട സമയത്ത് കയറി താമസിക്കുന്ന സമയത്ത് നമ്മൾ മേടിച്ചൊരു ചട്ടയാണിത്. ഒരു 45 വർഷത്തെ പഴക്കമുണ്ടത്. അപ്പം അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചക്കപ്പുഴുക്ക് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ശരിക്കും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഉപ്പുമൊക്കെ ശരിക്കും ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. ശരിക്കും ഈ സാധാരണ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ വയ്ക്കാറ്. പക്ഷേ ഈ ചക്കയുടെ ഒരു കേസിൽ മാത്രം നമ്മൾ ആ മുകളിൽ ഇടുകയുള്ളൂ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ. അത് കഴിഞ്ഞ് അത് വെന്ത് വരുന്ന സമയത്താണ് ഇപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ചക്കപ്പുഴുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു നന്നായിട്ട് സ്വല്പം കുഴഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ചക്കപ്പുഴുക്കിനൊരു ഇതുണ്ടാവില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ഗുമ്മുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് കുഴഞ്ഞ് ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഇളക്കി ആ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ശരിക്കും യോജിപ്പിച്ചപ്പോൾ കണ്ടോ നല്ല ഒരുവിധം മഞ്ഞ കളറിൽ വന്നേക്കണം. നമ്മൾ പഴയ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ കറികളും ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള മറ്റേ എന്തെങ്കിലും മസാല ഐറ്റംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചക്കപ്പുഴുക്കിൽ ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ഉണ്ടായിരുന്നെങ്കിൽ അത് ആ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്കിലേക്ക് ആദ്യം കുറച്ച് കരിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ശരിക്കും ഇളക്കി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.